കണിമംഗലം കോവലത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് മുഹമ്മദ് റാഫി, അമൃത, അജ്മൽ ഖാൻ, അബികൃഷ്. സ്വാഗതം. കണിമംഗലം കോവിലകം വെബ് സീരീസ് ആയിരുന്നപ്പോൾ ഹോസ്റ്റലേഴ്സിന്റെ ലൈഫായിരുന്നു കൂടുതൽ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മുടെ കണിമംഗലം കോവിലകം വ്യത്യസ്തമാണ്? ഇത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അഭിനയിച്ച സീരീസ് സിനിമയാവെന്ന് പറയുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. ഇത്രയും നാള് തന്ന സപ്പോർട്ടും സ്നേഹവും ഒക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു മൂവി ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് അതായത് ഇവരുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇവർ മൂവിയിലേക്ക് ആക്കുന്നത്. അതിലൊരു ഭാഗമായി മാറാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാനോടും പിന്നെ ഇവർ മൂന്നുപേരും കൂടെ തീരുമാനിച്ചാൽ മതിയല്ലോ. ഈ ഒരു ഉറങ്ങിയിരിക്കുകയാണ് ഇയാള്. ഒന്ന് എണീക്കോ മനുഷ്യ. നമസ്കാരം, ഞാൻ സിദ്ദീഖ് നഫീസ. സെല്ലിലൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണിമംഗലം കോവലത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് മുഹമ്മദ് റാഫി, അമൃത, അജ്മൽ ഖാൻ, അബികൃഷ്. സ്വാഗതം. വൈകുന്നേരമായി ചായ കുടിച്ച് മന്ദത്തിലാണല്ലേ? ഉറക്കക്ഷീണം നന്നായിട്ടുണ്ട്. പറയൂ, എന്താണ് കണിമംഗലം കോവിലകം? പറയൂ എന്താണ്? അല്ല, കരിക്കെന്ന് പറയുന്നൊരു വലിയൊരു വെബ് സീരീസ്, അതിപ്പോൾ മലയാളത്തിലേക്ക് സിനിമയായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞ വെബ് സീരീസ് കരിക്കിന് മുന്നേ തന്നെ സിനിമയായിട്ട് വരികയാണ്. എന്താണ് നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ്? അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിട്ട് പറയുന്ന വെച്ചാൽ നമ്മൾ സ്വപ്നം കണ്ടൊരു സീരീസ് ആയിരുന്നു ഇത്. എന്തെങ്കിലും സിനിമയാവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കുറെ സ്ട്രഗിൾ ചെയ്തൊരു ഏരിയ ആയിരുന്നു ഈ ഒരു സീരീസ്. 4-5 വർഷം കൊറോണ കാലം, റെസ്ട്രിക്ഷൻസ്, പിന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇത് ഷൂട്ട് ചെയ്തത് അന്ന സമയത്തൊക്കെ. അപ്പം അതിനുശേഷം ഇതൊരു സിനിമയായിട്ട് വരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തന്നെ. ആ സമയത്ത് തന്നെ കരിക്കിൻ്റെ ഒരുപാടുണ്ട്. കരിക്കിൻ്റെ സിനിമ വരട്ടെ, എല്ലാ സീരീസും സിനിമയാവട്ടെ, സിനിമകൾ വരട്ടെ, സിനിമകൾ വന്ന് എല്ലാം എസ്റ്റാബ്ലിഷ് ആയി അടിപൊളിയാവട്ടെ എന്നാണ് എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. പക്ഷെ ഇത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അഭിനയിച്ച സീരീസ് സിനിമയാവെന്ന് പറയുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. ആ ഒരു വെയിറ്റിംഗ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു? ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ പ്ലാനില്ല. ഒരു ടൈം ഓഫ് പീരീഡ് എത്തിയപ്പോഴാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ നമുക്കൊന്ന് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കാലം ശേഷമാണ് പറയുന്നത്, തീപ്പിരിപ്പന്നി ഇറങ്ങിയതിന് ശേഷമാണ് കളിമംഗലം സിനിമയാക്കാൻ പോകുമെന്ന് പറഞ്ഞു. ശേഷം ഭയങ്കര സന്തോഷം. അമൃത, എന്താണ് പറയാനുള്ളത്? ഞാനിത് ഈ ഒരു സീരീസ് ആ സമയത്ത് കണ്ടിട്ടുണ്ട്, ലൈക്ക് കോവിഡിന്റെ ആ ഒരു സമയത്തൊക്കെ. അപ്പൊ നമുക്ക് ഇതാണല്ലോ ഒരു എന്താ പറയാ ബേസിക് പരിപാടി ഇത് തന്നെയാണ് മീഡിയയിൽ. അപ്പം എനിക്ക് ഫസ്റ്റ് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ. അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഗേൾ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല, ഗേൾസിന്റെ ക്യാരക്ടർ. അപ്പൊ അന്ന് ഞാൻ തൊടുപുഴയാണ്, ലൈക്ക് അപ്പൊ ഇപ്പോഴാണ് ഞാൻ കൊച്ചിയിൽ സെറ്റിൽഡ് ആയത്. അപ്പം അന്ന് എനിക്കത് എന്തോ കാരണത്താൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇത് സിനിമയായിട്ട് വന്നപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് വന്നപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓക്കെ, അത് അന്ന് ചെയ്യാതിരുന്നു, ഇന്ന് അതിനേക്കാൾ വലിയൊരു പാർട്ടാവാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. ഓക്കെ, അജ്മൽ ഖാൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇന്റർനാഷണൽ സ്റ്റഫാണല്ലേ നമുക്കിടയിലുള്ള, പറയൂ. ഒന്നുമില്ല, ഇതേപോലെ റാഫി ഒരു വട്ടം എന്നെ വിളിച്ചു, അജുക്ക ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, മൂവിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അളിയോ എനിക്ക് അഭിനയിക്കാനും പരിപാടിയൊന്നും അറിയില്ല, നീ പറയുകയാണെങ്കിൽ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ രാജശേട്ടൻ ഇതേപോലെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ രാജശേട്ടനോട് സെയിം സാധനം പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോയോ, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ പിന്നെ എന്തായാലും മൂവിയാണല്ലോ, ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല, എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ എന്നൊക്കെ അറിയാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. നമ്മളാരും വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടി. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു സീരീസിന്റെ ഭാഗത്തിൽ കൂടെ ഇവരുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇവർ മൂവിയിലേക്ക് ആക്കുന്നത്. അതിലൊരു ഭാഗമായി മാറാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു വെബ് സീരീസ്? സിനിമയിലേക്ക് വന്നതിന് ശേഷമാണോ കണ്ടത്? മുന്നേ കണ്ടിട്ടുണ്ട്. ഓക്കെ, പറയൂ അബികൃഷ്, എന്താണ് താങ്കളുടെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം റിലീസ് ചെയ്ത അതിനകത്തൊന്ന് തിയേറ്ററിലേക്ക് നമ്മൾ സിനിമ കാണുമ്പോൾ പ്രതീക്ഷിക്കില്ല എന്നാണ് നമ്മൾ ആ ഒരു സ്ക്രീനിൽ വരുന്നത്. നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ സ്നേഹിക്കുന്നവരുടെ മുന്നിലൊക്കെ സ്ക്രീനിൽ വരാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തും അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ കാണാനും പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന വെബ് സീരീസ് അത് സിനിമയാകുമ്പം എല്ലാവർക്കും കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരൊന്നും സിനിമ അധികം കാണാത്തവരാ, പക്ഷെ അവർ ഈ കണിമംഗലം കോവിലം സീരീസ് ഒക്കെ ആ സമയത്ത് കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഇങ്ങോട്ട്
പറയാറുണ്ട് ഇറങ്ങുമ്പോൾ കൊണ്ടേ പോയി കാണാം. ഞാൻ ഉള്ളതുകൊണ്ടല്ല, ഈ സീരീസ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവര് എക്സ്പെക്ട് ചെയ്യുന്നു നന്നായിട്ടൊരു ഇപ്പോൾ നമ്മുടെ ഇപ്പം കണിമംഗലം കോവിലകം വെബ് സീരീസ് ആയിരുന്നപ്പോൾ ഹോസ്റ്റലേഴ്സിൻ്റെ ലൈഫായിരുന്നു കൂടുതൽ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മുടെ കണിമംഗലം കോവിലകം വ്യത്യസ്തമാവുന്നത്? വ്യത്യസ്തമാക്കുന്നു പറഞ്ഞാൽ അത് തിയേറ്ററിൽ കാണുന്നതായിരിക്കും കുറച്ച്. അതിലെ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും. ഓരോ തിയേറ്ററിൽ കാണുന്നതാണ് വ്യത്യസ്തത. ഈ ഒരു ഉറങ്ങിയിരിക്കുകയാണ് ഇയാള്, ഒന്ന് എണീക്കോ മനുഷ്യ. തിയേറ്ററിൽ കാണുമ്പോ അതിന് വ്യത്യസ്തം ഞാൻ അത്രത്തോളം വളർന്നിട്ടില്ല. ഇതൊരു ഹോസ്റ്റൽ ഫണ്ട് പരിപാടി തന്നെയാണ്. കാരണം ഹോസ്റ്റലിൽ നടക്കുന്ന കുറച്ച് രസകരമായ മുഹൂർത്തങ്ങളും പിന്നെ കുറച്ച് ഹൊറർ പരിപാടി, ഇങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഹൊററും ഉണ്ട്. പ്രേതമാണോ? പ്രേതമാണല്ലോ മെയിൻ. അത് സർപ്രൈസ് ആണ്. ഓക്കെ, എന്താണ് വ്യത്യസ്തത തോന്നി? എന്താണ് ഇപ്പൊ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഫസ്റ്റ് മൂവി അല്ലേ, അപ്പൊ എന്താണ് ഒരു എനിക്കിത് ചെയ്യാം എന്ന് തോന്നാനുള്ള കാരണം? എനിക്ക് ഹൊറർ മൂവീസ് ആ ഒരു ജോണർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവുന്നത് എനിക്ക് നന്നായിട്ട് തോന്നി. എന്തോ ആ സമയത്ത് എനിക്കത് ചെയ്യാൻ തോന്നി. ദൈവമായിട്ട് തോന്നിപ്പിച്ചതായിരിക്കും, നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വെബ് സീരീസിൽ നിന്നും നേരെ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് വെബ് സീരീസ് ചെയ്യുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ടുള്ള പരിപാടികളായിരുന്നു. ഇപ്പോൾ ക്രൂ ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ചെറിയ വളരെ ലഘുവായിട്ട് റൂമായാലോ ഒരുമിച്ച് എല്ലാവരും റൂമിൽ ഒത്തുകൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് വളരെ സിമ്പിളായിട്ട് എടുത്ത പരിപാടിയായിരുന്നു. അത് കയറി വന്ന് അതൊരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഗ്രോത്തായി, 1 മില്യൺ ഫോളോവേഴ്സായി, ആൾക്കാർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ പരിപാടി കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പാക്കി. പിന്നെ നേരെ സിനിമയോട് ഒരു വലിയ ക്രൂ അല്ലേ. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വപ്നം പോലെ ഒരു സംഭവമല്ലേ. അപ്പോൾ വലിയ ക്രൂവിൻ്റെ ബേസിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ ഇത് പഠിച്ചാൽ ഇത് ഒറിജിനൽ ആണോ എന്നുള്ള സാധനമാണ്. പൂജയുടെ സമയത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഡ്രീം പ്രോജക്റ്റ് സിനിമയാവാൻ പോകുന്നു, അപ്പം അതിൽ ഒരു ലീഡ് പരിപാടി പിടിക്കണമെന്നൊക്കെ കേൾക്കും. ഞാൻ തന്നെ ഒരു എക്സൈറ്റഡ് ആണ്. മറ്റേ വെബ് സീരീസ് കണ്ടാലേ സിനിമ കണ്ട മനസ്സിലാവും അങ്ങനെയൊന്നുമില്ലല്ലോ. അത് ഇതോട്ട് യാതൊരു ബന്ധമില്ല. ഓക്കെ, അത് വേറൊരു പരിപാടി, ഇത് വേറൊരു പരിപാടി. അജ്മൽ ഖാൻ പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സ്റ്റഫാണ്. പണ്ട് എൻ്റെ കുറച്ചുകൂടെ കൊച്ചിലെ നമുക്ക് മറ്റേ ഫേസ്ബുക്കിനകത്ത് കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പറഞ്ഞാൽ അജ്മൽ ഖാനെ പോലെ ഫോട്ടോസ് ഇടണം, അജ്മൽ ഖാനെ പോലെ ഹെയർ സ്റ്റൈൽ വെക്കണം എന്നുള്ളതായിരുന്നു. പറയും, നിങ്ങളുടെ ഒരു ജേർണി പറയൂ. എന്താണ് ദുബായിലെ പരിപാടി? ബിസ്ക്കറ്റ് കച്ചവടം അങ്ങനത്തെ പരിപാടിയാണോ? എന്താണ് ശരിക്കും പരിപാടി? ദുബായിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, അടിപൊളിയായിട്ട്. അമ്മ എന്ത് ചെയ്യും? അമ്മയ്ക്ക് സുഖമാണോ? എവിടെ അമ്മ ഇതിനകത്തുണ്ടോ അഭിനയിക്കുന്നു? മോനായിട്ട് കാണണോ? ഒരു പ്രമുഖ വ്യക്തി കമന്റ് ഇട്ടതൊക്കെ കണ്ടിരുന്നു, വിളിച്ചിരുന്നോ? വിളിക്കോ? ആണോ? അത് അറിഞ്ഞിരുന്നോ? തരുമൂർത്തി പിന്നെ ഇവരുടെ ഒരു വീഡിയോക്ക് കമന്റ് ഇട്ടിരുന്നു, അമ്മച്ചീനെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന്. കൺഗ്രാറ്റുലേഷൻ. അറിഞ്ഞില്ലായിരുന്നോ നിങ്ങളിത്? അമ്മച്ചീനെ തന്നെ ആണോ? റാഫിക, നിങ്ങളാണ് ഇവരിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ. എന്തൊക്കെയാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? വളരെടാ എന്തൊക്കെയാണ്? ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. അവര് ചെയ്യുന്ന പരിപാടിയിൽ ഡൗട്ടൊക്കെ ഒന്ന് ചോദിക്കും, എന്നത് ചെയ്താൽ എങ്ങനെ ഇരിക്കും. അതിന്റെ രാജേഷേട്ടനായിട്ട് ഒരു ജേർണി ഉണ്ടായോണ്ടേ സീരീസ് ചെയ്യുന്നുണ്ട്. പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കണക്ട് ആവും. അപ്പൊ ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അവരെന്റെ അടുത്ത് ചോദിക്കുക എന്താണ്. നിങ്ങൾ ഫുൾ ഉണ്ടായിരുന്ന ക്രൂ തന്നെയാണ് ഡയറക്ടർ ടേസ്റ്റർ. അപ്പം ചേട്ടൻ പറയുന്നത് ഇങ്ങനെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക എന്താ പരിപാടി. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇവരത് കറക്റ്റായിട്ട് പിടിക്കും. സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് ആയിരുന്നു. ഇവരെല്ലാം അങ്ങോട്ടും നമ്മളൊന്നും ഇടുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചിടുന്നു. അങ്ങനെ ഒരു കെമിസ്ട്രി നല്ല വർക്കൗട്ട് ആയപ്പം നല്ല നല്ല സീക്വൻസ്, ചില സീക്വൻസ് ഒക്കെ നമ്മൾ അറിയാതെ ചിരിച്ചിട്ടുണ്ട്. ചിലത് പേടിപ്പിക്കുന്നതായാലും പല സീക്വൻസും നമ്മൾ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ അല്ലേ, അടിപൊളിയായിട്ടില്ലേ എന്നുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചില സീക്വൻസ്. നിങ്ങളുടെ ഒരു ജേർണി ഇപ്പൊ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സുമതിയോള് വന്നു, ഇപ്പൊ തലവരയിൽ നല്ലൊരു ഗംഭീര റോൾ ചെയ്തു. ഇപ്പൊ നിധിയും ഭൂതവും അതിറങ്ങി, ഇപ്പം കണിമംഗലം കോവിലൊക്കെ ഇറങ്ങുന്നു. എന്താണ് ഈ ഒരു ജേർണിനെ പറ്റിയിട്ട് പറയാനുള്ളത്? എനിക്കൊന്ന് എന്താ പറയാ, നമുക്ക് അതും പടച്ചോന്റെ പിന്നെ പടച്ചോനായിട്ട് ഓരോ ഹിന്റിട്ട് തരിക. ഒരു വാതിൽ പടച്ചോൻ തുറന്നു തരും, നമ്മൾ അകത്തോട്ട് കയറുക. ബാക്കിയൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഷ്ടപ്പെടുക. ഇപ്പൊ ഒരു സിനിമ തലവരയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു മീറ്റർ പരിപാടിയാണ്. അഖിലേട്ടൻ ഡയറക്റ്റ് ചെയ്യപ്പം
ഒരു മീറ്റർ നിൽക്കേണ്ട സാധനം, അങ്ങനെ കയറി ഇറക്കമൊന്നുമില്ല. ഒരൊറ്റ പരിപാടി പറഞ്ഞു ആ പരിപാടി തന്നെ ത്രൂ ഔട്ട് പിടിക്കണം എന്ന് പറഞ്ഞു, അങ്ങനെ പിടിച്ചു. വേറൊരു ഗെറ്റപ്പായിരുന്നു. അത് കണ്ടിട്ട് ആൾക്കാർ നല്ലതെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അത് ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ട് ഒരു വ്യത്യസ്ത ക്യാരക്ടറും ആയിരുന്നു. പിന്നെ അവൻ്റെ കൂടെ അർജുൻ്റെ കൂടെ 3 പടം അടുപ്പിച്ച് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഒരു ജേർണി ആയിരുന്നു. അടുത്ത സുഹൃത്താണ്. പിന്നെ അടുത്ത കമ്പനി അല്ല, അടിപൊളി. ഇനി വരാനുള്ള പ്രോജക്റ്റ് എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ ഒരു പരിപാടി പറഞ്ഞു വെച്ചു, അതിനിപ്പം ഇതിറങ്ങിയിട്ട് അത് നോക്കാം. നിങ്ങൾ ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എല്ലാണോ നല്ല ഉറക്കം. ഒരു ഗെയിം കളിക്കാം, എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാം. ഓക്കെ, ഞാനൊരു വ്യത്യസ്ത ഗെയിമാണ്, ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു അടിപൊളി ഗെയിമാണ്. ഞാനൊരു സിനിമ പേര് പറയും, അത് ഇവിടെ ഒന്നിരുന്ന് അഭിനയിക്കണം. ഓക്കെ, ജീവിതത്തിൽ ചെയ്തിട്ടേ ഇല്ല. ആരും ചെയ്യാത്ത ഐറ്റം. ഫസ്റ്റ് ആര് വരും? അതെ, ഓക്കെ ഓക്കെ ഓക്കെ, വരിക. ഉണ്ടാവ് പായസം, അമ്മി, കല്ല്, സുന്ദരി, അരി, പെണ്ണ്, അരിയാട്ടത്, പാമ്പ്, പെണ്ണ്, പാമ്പ്, അരിയാട്ടത്. കാത്തു കാത്തു എന്റെ മാനം കാത്തു. അത്ര ഹിന്റ് തന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ. ഇപ്പറങ്ങിയ പടം എക്കോ, ഈ കോ, നീക്കോ ഞാച്ചോ, സോ ബ്രില്യന്റ്. പൊട്ട് സുന്ദരിക്ക് കണ്ട് പഴയ സിനിമയാണോ? അഭിനയിച്ച് കാണിക്കും. ഇതെന്തേരി മറ്റേ ദിലീപിന്റെ സിനിമയാണോ? ചാന്തോട്ട്. ഭയങ്കര ബ്രില്യൻസ്. മരിച്ചിട്ട് ഓടുവോ? മരിച്ചാലിറങ്ങി ഓടി. അതാ മരിച്ച് ഓടി, മരിച്ച് ഒരാളെ കൊന്നു എന്നിട്ട് ഓടി. മരിച്ച പടം, പ്രേതപടം, ഉറങ്ങി, മരിച്ചു, മരിച്ചു, മരണപ്പെട്ടു, മാരി മരിച്ച്, മഴവില്ല്, മരിച്ചിട്ടാലോ അല്ലേ, മരിച്ചുവിന്റെ വേറെ, മരണം, മരിച്ചു, മരണത്തിന് വേറെ, മരണം ഓടി. ഫസ്റ്റ് വാക്ക് മരണം, സെക്കൻഡ് ഒറ്റ വാക്ക് മരണം, മരണമാസാണോ? ഓക്കെ, അമൃതയുടെ ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് വീഡിയോകളിൽ ഒരെണ്ണമായിരുന്നു റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ലോകയുടെ വീഡിയോ. ഡൊമിനിക് അരുൺ വരെ ഷെയർ ചെയ്തതായിരുന്നു. എന്തായിരുന്നു ആ ഒരു പരിപാടി? എങ്ങനെയായിരുന്നു ഈ ഒരു സാധനം ചെയ്യാന്ന് തോന്നിയത്? അത് സുജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോഗ്രാഫർ എന്നെ അപ്രോച്ച് ചെയ്തതാ. അപ്പൊ എനിക്കിത് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളിലേക്ക് വരും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു കണിമംഗലം കോവിലകം. സിനിമ എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് കിട്ടിയത് തന്നെയാണ്. അപ്പൊ ആൾ അപ്രോച്ച് ചെയ്തപ്പോ എനിക്കിത് ചെയ്യാൻ ഇഷ്ടമുണ്ട്. അപ്പം ഒരു സിനിമാറ്റിക് രീതിയിൽ തന്നെ അത് എടുക്കാം എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന് നല്ല എഫോർട്ട് എടുത്തു. ഞങ്ങളൊരു രാത്രി ഫുള്ള് സ്പെൻഡ് ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. ഓക്കെ, വേറൊരു കാര്യം കൂടെ ചോദിക്കാം. നിങ്ങൾ പിന്നെ ഇരുന്ന് ഉറങ്ങുക. ഓക്കെ, വേറൊരു ഔട്ട് ഓഫ് സിലബസ് ചോദിക്കാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരെണ്ണം ഉണ്ടാവില്ല ഔട്ട് ഓഫ് സിലബസ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ടൂർ പോവുക. നിങ്ങൾ 4 പേരും ഒരു ടൂർ പോവുകയാണ്. കാട്ടിൽ കൂടെ ആ ടൂർ പോകുന്ന. കാട്ടിൽ കൂടെ പോയപ്പോൾ ഒരു ആന
നിങ്ങളുടെ കാറിന്റെ ഫ്രണ്ടിൽ വന്നു. ഉം. അപ്പൊ ആനയ്ക്ക് ഒരാളുടെ ജീവൻ വേണം. ഉം. നിങ്ങൾ ആരെ ജീവൻ കൊടുക്കും? സ്വന്തം ജീവൻ കൊടുക്കുമെന്ന് പറയാൻ പറ്റൂല. ഉം. നിങ്ങൾ 4 പേരിൽ ഒരാൾ മറ്റേയാളെ ജീവൻ കൊടുക്കും. അത് എന്തുകൊണ്ടാണ് കാരണം ഉം. എന്നും പറയണം. ഞാൻ ഓടും, പിന്നെ ഇവര് 3 പേരും കൂടെ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇറങ്ങ. പിന്നെ ഇവര് 3 പേരും ആരാന്ന് വെച്ചാൽ തീരുമാനിച്ചു. അങ്ങനെയല്ല, ഇതിന്റെ ഒരു റൂളുണ്ട്. ഓക്കെ 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 ഓക്കെ. ആ പോടെ ഇറങ്ങി. ഞാനത് കുറച്ച് നേരം റിയാലിറ്റി ആണ് ചിന്തിച്ചത്. നോ റിയാലിറ്റി. ഓക്കെ ഓക്കെ ആ. പറഞ്ഞു. കുസൃതി ചോദ്യമാണോ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇത് ഭയങ്കര സീരിയസ് മാറ്റർ ആണ്. അവ അവിടെ ഇരുന്നിട്ടേ ഇത് കുസൃതിയൊന്നുമല്ല, ആന കുത്താവുന്ന അവ അവിടെ ഇരുന്നിട്ട് ഞാൻ ആരെയും ഇട്ട് കൊടുക്കുവാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? അതൊക്കെ പറഞ്ഞു. കൃഷി തന്നെ പറഞ്ഞു. വേണ്ട 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 പറഞ്ഞു. ആരെയും തന്നെ പറഞ്ഞു. ഞാൻ അജ്വയ്ക്കാനായിട്ട് വിളിക്കും. അജ്വയ്ക്കാൻ ആനയെ മോട്ടിവേറ്റ് ചെയ്ത് അവര് അത് ഞാനും പറയാൻ വരികയായിരുന്നു. ഭയങ്കര മോട്ടിവേറ്റർ ആണോ? എന്തൊക്കെ പറയും സെറ്റിൽ വന്നിട്ട്. പറയൂ, അജ്മക്കാൻ പറയൂ. ആരെ ഇട്ട് കൊടുക്കും? ആരെ ഇട്ട് കൊടുക്കും? എന്താണ് കാരണം? ആലോചിച്ചോട് കാറ്റാലോചിച്ചോട്. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ആനക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്താ പറഞ്ഞടാ? ഇവനിട്ട് കൊടുക്കുക. പക്ഷെ എന്താ കാരണം? കാരണം എന്താ? കാരണം എന്താ? കാരണം കമ്പനിയൊക്കെ അടിച്ച് കാട്ടിക്കൂടെ നടന്നിട്ട് ആനക്ക് അങ്ങനെ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. ആന തിരിച്ചോണ്ടായിക്കോളൂ. ഓക്കെ, അമൃത. ഞാൻ ആവശ്യം ഇട്ട് കൊടുക്കും. ഇവിടെ കൊടുക്കാം. ബിരിയാണി സെറ്റ് അത് ബിരിയാണി അല്ലെങ്കിലോ? ഞാൻ ആവശ്യം കാരണം ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു 1500 എക്സ്പ്രഷൻ ഇട്ട് ആനെ കൺഫ്യൂഷൻ ആക്കിയിട്ട് ആളെ രക്ഷപ്പെട്ടോളൂ. ട്രാഫിക് ആണെങ്കിൽ ഞാൻ അഭിയിട്ടിടും. കാരണം അവര് കണ്ടന്റ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കും. അവർക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക, കണ്ടന്റ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ 16-ാം തീയതി റിലീസാണ്. അപ്പോ അവസാനമായി എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാല്, നിങ്ങൾ ഞങ്ങളെ ഇത്രയും നാൾ വളർത്തി ഇവിടം വരെ എത്തിച്ചു. നിങ്ങൾ തന്ന സപ്പോർട്ടാണ് നമ്മുടെ വിജയം. കാരണം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ വന്നു. നമ്മൾ തളരാതെ നമ്മളെ ഇമോഷൻസ് മനസ്സിലാക്കി, നമ്മുടെ സിനിമകൾ ഇഷ്ടപ്പെട്ടു, നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നൊരു സിനിമയാണ് കടുംമംഗലം കോവിലകം. അതൊരു ചെറിയ വലിയ ബഡ്ജറ്റിൽ എടുത്തൊരു പടമാണ്. ഒരുപാട് ഇമോഷൻസ് ഉള്ള സിനിമയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, യൂത്തിന് ഇഷ്ടപ്പെടും, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. അപ്പം ജനുവരി 16-ന് എല്ലാവരും കുടുംബസമേതവും എല്ലാവരും പോയി കാണണം, അല്ലേ? സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അമൃത പറയൂ, എന്താണ് പ്രേക്ഷകരോട് പറയാൻ? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്രയും നാള് തന്ന സപ്പോർട്ടും സ്നേഹവും ഒക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു മൂവി ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടാണ്. ഒരുപാട് ആൾക്കാർ ഒത്തിരി അധികം ദിവസം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത സിനിമയാണ്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പാടുള്ള, ഇപ്പം പറഞ്ഞ പോലെ ചെറിയ ഒരു വലിയ പടമാണ്. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറയണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വരുന്ന ജനുവരി 16-ാം തീയതി എല്ലാവരും പടം കാണണം. ഒരു വലിയ സ്വപ്നമാണ് സിനിമ. അതിലേക്ക് എത്തിപ്പെട്ടു. അത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് എത്തിപ്പെട്ടെ. ഇനി ആ സ്നേഹം ഉണ്ടെങ്കിൽ ഇനി അടുത്തടുത്ത് പടം കിട്ടും. പടം കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു പടമാണ്. പിന്നെ ഒരു വലിയ സ്വപ്നമാണ്. നിങ്ങൾ കൂടെ അല്ലേ, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ പടം ഗംഭീരമാവട്ടെ. നിങ്ങൾ ഇനിയും സിനിമകൾ ചെയ്യട്ടെ. നമ്മൾ ഇനിയും കാണട്ടെ. താങ്ക് യു സോ മച്ച്.